ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. MLAക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു SITയുടെ വാദം. പരാതിക്കാരിയുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. ജോസി ബാബു ചേരുന്നു. ജോസി, ഇന്നലെ വിശദമായ വാദം കേട്ടതാണ്. ഇന്നിപ്പോൾ ജാമ്യം തള്ളാനുള്ള കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്? ധന്യ, മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇന്നലെ വിശദമായ ആ വാദം കേട്ടിരുന്നു. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ടിട്ട് പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ്, ഇത്തരത്തിൽ മുൻപും കേസുകളുണ്ട്, അതോടൊപ്പം തന്നെ പദവിയിലിരിക്കുന്ന ആളാണ്, ആ നിലയ്ക്ക് കേസിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്, അതിജീവിതയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന ഇടപെടലുണ്ടാകും. അതുകൂടാതെ സൈബർ അധിക്ഷേപം, മുൻപുണ്ടായ അതിജീവിതകൾക്കടക്കമുണ്ടായ സൈബർ അധിക്ഷേപ കാര്യങ്ങളും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം പ്രതിഭാഗം ഇന്നലെ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദങ്ങൾ ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധമുണ്ടായത്, ബലാത്സംഗമല്ല. അതോടൊപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നിയമവിരുദ്ധമായാണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ വിദേശത്തുള്ള അതിജീവിതയുടെ പരാതി പോലും സ്വീകരിച്ചത് നിയമവിധേയമായ അല്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് ജാമ്യാപേക്ഷ തള്ളിയത്. സ്വാഭാവികമായും മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ പ്രതിഭാഗം നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ അറിയിച്ചത് പ്രകാരം തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന മുറയ്ക്കായിരിക്കും പിന്നീട് കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഇപ്പോൾ മാവേലിക്കര ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം ജയിലിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ഹോട്ടലിൽ നിന്നും രാത്രി വൈകി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്ന 2 കേസുകളിലും അറസ്റ്റ് നടപടികൾ ഒഴിവായിരുന്നു. പേരിന് മാത്രമുള്ള അറസ്റ്റ് നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. സാങ്കേതിക അറസ്റ്റ് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ജയിലിൽ പോവുകയോ കോടതി നടപടികൾ ഉണ്ടാകുകയോ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഈ കേസിൽ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പോലീസ് വളരെ സസൂക്ഷ്മം ഇടപെട്ടു. സർക്കാർ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോടതി നടപടികളിലേക്കും മറ്റും കടന്നു. അതോടൊപ്പം തന്നെ 3 ദിവസം കസ്റ്റഡിയിൽ എടുക്കുകയും അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ പോയി തെളിവെടുപ്പ്, പ്രത്യേകിച്ച് തിരുവല്ലയിലെ ബലാത്സംഗം നടന്നുവെന്ന് പറയപ്പെടുന്ന ഹോട്ടലിലടക്കം എത്തിച്ചുള്ള തെളിവെടുപ്പ് നടപടികളും അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിദേശത്തുള്ള അതിജീവിതയോട് നേരിട്ട് എത്തി മൊഴി നൽകുന്നതിനടക്കമുള്ള നടപടികളും പ്രോസിക്യൂഷൻ കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 164 സ്റ്റേറ്റ്മെന്റ് ഇത്തരത്തിലുള്ള കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്കും കടക്കുകയാണ് പ്രോസിക്യൂഷൻ. ധന്യ. അപ്പൊ തന്നെ കോടതിയിൽ സമാന വകുപ്പിലുള്ള മറ്റ് കേസുകളുടെ കാര്യം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ജാമ്യം നിഷേധിച്ചത്? സെഷൻസ് കോടതിയെ എപ്പോഴാണ് സമീപിക്കുന്നത്? തീർച്ചയായും തന്നെ ഇന്നലെ 1.5 മണിക്കൂറാണ് ഈ ജാമ്യ ഹർജിയിൽ കോടതി വാദം കേട്ടത്. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം വിശദമായി കേട്ടു. പ്രധാനമായും നേരത്തെ നാം പറഞ്ഞ കാര്യങ്ങൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA പദവി, അതോടൊപ്പം മുൻപുണ്ടായിരുന്ന കേസുകൾ, ബലാത്സംഗ പരാതികളടക്കം ഇനിയും കേസുകൾ വരാനുള്ള സാധ്യതയും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ അതിജീവിതകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സൈബർ അധിക്ഷേപങ്ങൾ അത് വ്യാപകമായി ഉണ്ടാകുന്ന കാര്യമടക്കം കാണിച്ചിരുന്നു. അതോടൊപ്പം പ്രതിഭാഗം വാട്സാപ്പ് ചാറ്റുകളടക്കം കാണിച്ചുകൊണ്ടായിരുന്നു ഉഭയസമ്മത പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഈ സൗഹൃദവും അതോടൊപ്പം ലൈംഗിക ബന്ധവും ഉണ്ടായതെന്നുള്ള കാര്യമായിരുന്നു പ്രതിഭാഗം പറഞ്ഞത്. അതുകൂടാതെ അറസ്റ്റ് നടപടികളിലടക്കം ഇത്തരത്തിൽ നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കാതെയാണ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതെന്നുള്ള പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചില്ല. എന്തായാലും തിങ്കളാഴ്ചയാണ് ജില്ലാ സെഷൻസ് കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ സമീപിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ജാമ്യ ഹർജി തിങ്കളാഴ്ച സമർപ്പിച്ചാലും അന്ന് തന്നെ പരിഗണിക്കണമെന്നില്ല. കോടതിയുടെ തീരുമാനപ്രകാരം കോടതിക്ക് ഉചിതമായ ദിവസങ്ങളിലേക്ക് ജാമ്യഹർജി പരിഗണിക്കുന്നത് മാറ്റാം. എന്തായാലും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുക പത്തനംതിട്ടയിലെ ജില്ലാ സെഷൻസ് കോടതിയായിരിക്കും. ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുവാനും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ തീരുമാനമെടുത്തിട്ടുണ്ട്. ധന്യ.
യെസ്, അപ്പം അതിജീവിതയുടെ മൊഴിയെടുക്കുന്നത് സംബന്ധിച്ച് ഓൺലൈനായിട്ട് എടുക്കാമെന്നൊക്കെയായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. അതിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? ധന്യ, പ്രതിഭാഗം പ്രധാനമായും ഉയർത്തിയത് ഇത്തരത്തിൽ നേരിട്ട് പരാതിക്കാരുടെ ഒപ്പോ അതോടൊപ്പം തന്നെ നേരിട്ടുള്ള മൊഴിയോ രേഖപ്പെടുത്താതെ ഡിജിറ്റൽ മാർഗം മാത്രമാണ് പോലീസ് ഇതിൽ നടപടിക്രമങ്ങൾ പാലിച്ചതെന്നാണ് പ്രതിഭാഗം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉന്നയിച്ച പ്രധാന ഭാഗം. അതൊന്നും കോടതി അംഗീകരിച്ചില്ല. BNS നിയമപ്രകാരം അത്തരത്തിൽ ഡിജിറ്റൽ മാർഗമല്ലാതെ നേരിട്ട് മാത്രമേ പരാതി സ്വീകരിക്കുകയുള്ളൂ, മൊഴി രേഖപ്പെടുത്തുകയുള്ളൂ എന്നുള്ളൊരു ചട്ടം അല്ലെങ്കിൽ വ്യവസ്ഥയില്ല എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. നിയമവിദഗ്ധർ അത്തരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെയും പൂർണ്ണമായും കോടതി തള്ളിക്കളയുകയും ചെയ്തു. സ്വാഭാവികമായും ഇനി 164 സ്റ്റേറ്റ്മെന്റ് എന്ന രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും രേഖപ്പെടുത്തുക. അതിജീവിതയുടെ സ്വകാര്യത കണക്കിലെടുത്ത് മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി ഈ മൊഴി നൽകാനുള്ള അവസരമുണ്ടാകും. അത് ഏറ്റവും രഹസ്യാത്മകമായിരിക്കും അന്വേഷണ സംഘവും കോടതി നടപടികളുടെ ഭാഗമായി അത് ചെയ്യുക. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വേഗത്തിൽ 164 സ്റ്റേറ്റ്മെന്റ് നൽകുന്നതിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പ്രോസിക്യൂഷന്റെ ബന്ധപ്പെട്ട അഭിഭാഷകർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടമാണ്. പരമാവധി ദിവസം രാഹുൽ റിമാൻഡിൽ കഴിയുകയും അതോടൊപ്പം കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതയും പ്രോസിക്യൂഷനും പോലീസും കാണുന്നുണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്ന സൈബർ ബുള്ളിംഗ് ആണ് പലപ്പോഴും പല അതിജീവിതമാരും പരാതിയുമായി മുന്നോട്ട് വരാൻ അവരെ തടസ്സം നിന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ആദ്യ 2 കേസുകളിലും നോട്ട് ടു അറസ്റ്റ് എന്ന രീതിയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നത് കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അതിജീവിതകൾക്ക് അതൊരു പിന്നോട്ട് വലിവായി അന്വേഷണ സംഘം വിലയിരുത്തുന്നു. പല SITയുടെ കണക്കുകൾ പ്രകാരം കൂടുതൽ അതിജീവിതമാർ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരാതികൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയും അത്തരമുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇത്തരത്തിലുള്ള കോടതി നടപടികൾ അന്വേഷണ സംഘത്തിന് ഗുണകരമാണ്. കൂടുതൽ പരാതിക്കാരെ മുന്നോട്ട് വരാനുള്ള ആത്മധൈര്യം നൽകുന്ന കോടതി ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ധന്യ.